ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അടുത്ത മാസം കല്യാണമൊക്കെ അല്ലേ, അതുകൊണ്ട് കുറേ ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ല പറഞ്ഞ് നേരെ കട്ടൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ കട്ടൻസിലെ ആംബിയൻസ് എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു വിൻറ്റേജ് ലുക്കാണ് തന്നത്. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മാത്രം രണ്ട് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ഷോപ്പ്, ഞങ്ങൾ ഫസ്റ്റ് പോയത് തന്നെ ഈ ഒരു ഷോപ്പിലാണ്. ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, സേവ് ദ ഡേറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അത് 10 മണിക്ക് തുറക്കുള്ളൂ, പക്ഷെ ഞങ്ങൾ 10 മണിയുടെ മുന്നേ തന്നെ എത്തി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തീർന്ന് വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ പക്ഷേ ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോന്ന്. ഇനി അവനെ മാത്രം ഒന്ന് മാച്ചിങ് ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഇത് വെറുതെ കയറിയതാണ് കേട്ടോ, നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ഒരു ആഗ്രഹമാണല്ലോ ഓരോ കടകൾ കാണുമ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആവും പറഞ്ഞ് കയറിയതായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെയായിരുന്നു എല്ലാം നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കണുണ്ടാ, അനാവശ്യമായിട്ട് ഓരോന്ന് പറയണത്. കണ്ണടിയൊക്കെ വെക്കുമ്പോഴാണ് രസം. അങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഡ്രസ്സ് വേൾഡിൽ വന്നു. ഒരു സാരി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്, പക്ഷേ ആ സാരി തന്നെ ഞങ്ങൾ എടുത്തു, റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് 2-3 ഷർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്നും ഒന്നും എടുത്തില്ല. അങ്ങനെയും ഞങ്ങൾ വന്നു. അങ്ങനെ ഡ്രസ് വേൾഡിൽ തന്നെ സമയം 2 മണിക്കൂർ 3 മണിക്കൂർ ചിലവിട്ട ശേഷം നല്ല ടയേർഡായി. അപ്പോൾ പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ഞാനൊരു ഐസ്ക്രീമാണ് കഴിച്ചത്, അവനൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഒന്നും വാങ്ങാണ്ട് ഒരു സാരി കൊടുത്ത് ആ സാരി തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ആ സാരി തന്നെ എടുത്തും ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി വേറെ കടയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും നോക്കാം. ഡ്രസ് വേൾഡിൽ നിന്ന് നേരെ ഞങ്ങൾ 2 കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 2 കടയിലും അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് നമ്മൾ സേവ് ദ ഡേറ്റിനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവനുള്ള ഫുൾ കോസ്റ്റ്യൂം എടുത്തു. അത് കഴിഞ്ഞ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് MK ബൊട്ടിക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് അങ്ങനെ താഴെ വീണു. ഇത് ലൈനിങ് ഇല്ല പറഞ്ഞിട്ട് ലൈനിങ് എടുക്കാൻ വേണ്ടി അത് ലൈനിങ് എടുത്ത് ബില്ലാക്കിയിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഷോപ്പിംഗ് പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത് സമയം 2 മണിയായി. പിന്നെ നേരെ കഴിക്കാൻ വേണ്ടി NMR ബിരിയാണി ഹൗസിൽ കയറി. പഴയ NMRലോട്ടാണ് കയറിയത്. ഞാനൊരു തലശ്ശേരി ബിരിയാണി ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. പിന്നെ അവനൊരു NMR ബിരിയാണിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ 2 ബീഡ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിച്ച ഉടനെ തന്നെ 2 ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഓർക്കിഡിൽ വന്നു, പാലക്കാട്. അവിടെ നിന്ന് ലിപ്സ്റ്റിക് ഒന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് ഈ ഷെയ്ഡ് ഒരു നല്ല ഇഷ്ടമായി. പക്ഷേ 600 ഏതാ കമ്പനി ബ്രാൻഡ് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 600 റുപ്പീസാണത്. അല്ല, അത് ഫോട്ടോയിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണ്ടേ. എക്സ്ട്രാ ലൈറ്റ്സ് വന്നാലും കാണുമല്ലോ, അല്ലെങ്കിൽ തീരെ കാണാൻ. പിന്നെ ഈ ഒരു തീരെ കാണാണ്ട് ഫീച്ചേഴ്സ് അറിയില്ലെന്നാണ് പറഞ്ഞത്. ഫോട്ടോഷൂട്ട് അല്ലേ, ഫീച്ചേഴ്സ് അറിയണല്ലോ ലൈറ്റില്. ഇവിടെ ഇപ്പൊ ഇത്ര ലൈറ്റ്സ് ഉള്ളൂ, പക്ഷെ ഷൂട്ടിങ്ങിന് ആയല്ല.
എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക്ക് വാങ്ങണോ വേണ്ടയോ എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഞാൻ 1 മണിക്കൂറാണ് ലിപ്സ്റ്റിക്ക് വാങ്ങണോ വേണ്ടയോ എന്ന് ഡൗട്ടിൽ തന്നെ 1 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്ലഷ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ബ്ലഷ് ആയിരുന്നില്ല, അതെന്തോ സാധനം എൻ്റെ മുഖത്തിട്ടു. അത് ഞാൻ നോക്കുമായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. അതിനിടയിൽ ഞാനൊരു വേറൊരു ലിപ്സ്റ്റിക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള പിന്നെ ഞാൻ 2 ബ്ലഷ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു 2 സൈഡും. അതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ട്രൈ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് കയറിയ സാധനം ലിപ്സ്റ്റിക്കായിരുന്നു. പക്ഷേ ഞാൻ ട്രൈ ചെയ്തത് കുറേ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാജലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങണം പറഞ്ഞ് ഓർക്കിഡിൽ കയറിയതാണ്. പക്ഷേ അവിടെ നിന്ന് വേറെ എന്തോ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ട് പക്ഷേ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പകരം ഒരു ഫേസ് വാഷ്, പിന്നെ ഒരു ഫേസ് മാസ്ക്, പിന്നെ ഒരു നെയിൽ പോളിഷ്, ഇത് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞത് നേരെ വന്നിട്ട് അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി വന്നു. നോർമൽ അവിൽ മിൽക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് തന്നെ സമയം 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ത്രെഡൊക്കെ ഒന്ന് ചെയ്ത് ജസ്റ്റ് ക്ലീനപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ ഇന്നത്തെ വീഡിയോ തീരുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.